നമസ്കാരം. മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള പെൻഷൻ തുകയുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച പെൻഷൻ തുകയുടെ വിതരണവും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി പെൻഷൻ തുകയുടെ വിതരണവും അതുപോലെ തന്നെ KSRTC ജീവനക്കാർക്ക് നൽകുന്ന പെൻഷൻ തുകയുടെ വിതരണം ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ വാർത്ത അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവരും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുക, ശ്രദ്ധിക്കുക. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി 4 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി 4.89 കോടി രൂപ അനുവദിച്ചു നൽകി. ഒരു കാര്യം മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. സർക്കാർ ധനസഹായം ഉപയോഗിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി 9,248 ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു തുക ലഭിക്കുക. അതോടൊപ്പം തന്നെ KSRTCക്ക് 74.20 കോടി രൂപ അനുവദിച്ചതായും പെൻഷൻ തുകയുടെ വിതരണത്തിന്റെ വായ്പാ തിരിച്ചടവിനും സഹായമാണ് നിലവിൽ അനുവദിച്ചു നൽകിയിരിക്കുന്നത്. വർഷം ഇതുവരെ സർക്കാർ KSRTC ജീവനക്കാർക്ക് വേണ്ടി 862.5 കോടി രൂപയോളമാണ് നൽകിയത്. ധനമന്ത്രി KN ബാലഗോപാലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ഇതിൽ നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത് 900 കോടി രൂപയാണ്. പെൻഷൻ തുക വിതരണത്തിന് വേണ്ടി കോർപ്പറേഷൻ സഹകരണ സംഘങ്ങളിൽ നിന്നെടുത്ത വായ്പകളുടെ തിരിച്ചടവിന് വേണ്ടിയാണ് ഈ ഒരു പണം വിനിയോഗിക്കുക. ഇതോടനുബന്ധിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മാസത്തെ പെൻഷൻ തുകയായിരിക്കും സംസ്ഥാനത്ത് വിതരണം ചെയ്യുക. ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് തുക കൈമാറുന്ന ആളുകളുടെ കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ തുക ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിച്ചു എന്നുള്ള കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് 1, 2, 3 ദിവസത്തിനകം തന്നെ ഓണത്തിന് മുമ്പായി തന്നെ ഒരു തുക കൈകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പുതിയൊരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.